അത്യാവശ്യം നല്ല ലേസും ബീഡ്സും ഒക്കെ കിട്ടണമെങ്കിൽ കോഴിക്കോട് തന്നെ പോകണം. ഞാൻ എപ്പോഴും നമ്മുടെ SM സ്ട്രീറ്റിൽ പോയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത്. അതും കോയൻകോ ബസാറിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിൽ നിന്നാണ് എടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല ഫാബ്രിക് കിട്ടണമെങ്കിലോ ഇവിടെ തന്നെ പോകണം. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാൻ കുറച്ച് ടൈം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കസ്റ്റമറിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. മെറ്റീരിയൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അതിലേക്ക് വേണ്ട ലേസും ബീഡ്സും ഒക്കെ ഞാൻ തന്നെ പോയി എടുത്തോളാന്നുള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതിനു മുന്നേ 1-2 കസ്റ്റമർ അവർ വരുമ്പോൾ മെറ്റീരിയൽസിന്റെ കൂടെ ലേസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് അവരോട് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ലേസും കൂടെ വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കൊണ്ടുവന്ന ലേസും മെറ്റീരിയലും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. കളർ ഷെയ്ഡ് വരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല കേട്ടോ ആ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരും തന്നെ പിന്നെ എന്തായാലും വാങ്ങിച്ചു പോയില്ല, പിന്നെ അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. പക്ഷെ ചില കസ്റ്റമേഴ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അവർക്ക് ഏത് കളറിൽ ഏത് പാറ്റേണിലുള്ള ലേസ് വേണം, ബീഡ്സ് വേണം എന്ന വ്യക്തമായ ധാരണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ മെറ്റീരിയൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, അതിലേക്കുള്ള ലേസും കാര്യങ്ങളും ഞാൻ വാങ്ങിക്കോളാം എന്നാണ് പറയല്. ഞാൻ ആരും കൂടുതൽ നിർബന്ധിക്കാറില്ല. ലേസുകൾ വാങ്ങിക്കുമ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ തുന്നാൻ കംഫർട്ടായത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. കാരണം ഈ ലേസ് വെക്കുക എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല പണിയുള്ളതാണ്. സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചി പൊട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇന്നൊരു മദർ സൺ കോംബോ ആണ് ചെയ്യാനുണ്ടായിരുന്നത്. അമ്മയ്ക്കും മോൾക്കും ഉള്ള ഡ്രസ്സുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കോംബോ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇതിൻ്റെ മുന്നേ ഞാനിട്ടൊരു പർച്ചേസിങ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സെയിം മെറ്റീരിയൽ. വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചു കൊണ്ടുവന്ന അന്ന് തന്നെയാണ് കേട്ടോ ഈ കസ്റ്റമർ ഈ മെറ്റീരിയലായിട്ട് വരുന്നത്. ഈ ഒരു ധോത്തി പാൻറ്റ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ബ്ലൗസിൻ്റെ ഹാങ്ങിങ്സ് സിൽവർ കളർ കൊടുക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിൽവർ കളർ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ സെയിം കളറാണ് ഈ ഹാങ്ങിങ്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.